ശക്തമായ കടൽ കൊടുങ്കാറ്റിൽ ബോട്ട് മറിഞ്ഞു. നിഹാര ഒരു മരക്ഷണത്തിൽ പറ്റിപ്പിടിച്ച് അബോധാവസ്ഥയിൽ ഒരു നിഗൂഢ ദ്വീപിലേക്ക് എത്തിപ്പെട്ടു. വിജനമായ ഒരു കടൽത്തീരത്ത് ദുർബലയും ദിശാബോധമില്ലാത്തവളുമായി നിഹാര ഉണരുന്നു. താൻ ഒറ്റയ്ക്കാണെന്ന് അവൾ പതുക്കെ മനസ്സിലാക്കി തുടങ്ങുന്നു. വിശന്നു വലഞ്ഞ അവൾ ഭക്ഷണവും വെള്ളവും തേടി ജാഗ്രതയോടെ ഇടതൂർന്ന കാട്ടിലേക്ക് നടക്കുന്നു. വിചിത്രമായ മൃഗങ്ങളുടെ ശബ്ദങ്ങൾ കേൾക്കാം. അവൾ ഒരു അരുവി കണ്ടെത്തി വെള്ളം കുടിക്കുന്നു. അടുത്തുള്ള മരങ്ങളിൽ നിറയെ പഴങ്ങൾ കാണാം. രാത്രിയിലെ ശബ്ദങ്ങളിൽ ഭയന്ന് വിറയ്ക്കുന്ന ഇലകളും ശാഖകളും ഉള്ള ഒരു ചെറിയ ഷെൽട്ടർ അവൾ നിർമ്മിച്ചു. നിഹാര കല്ലുകളും വിറകുകളും ഉപയോഗിച്ച് ഉപകരണങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങി. ഭക്ഷണം ശേഖരിച്ച് ഒറ്റയ്ക്ക് ജീവിക്കാൻ പഠിക്കുന്നു. ഒരു കാട്ടുപന്നി അവളെ ആക്രമിക്കുന്നു. അതിനെ ഭയപ്പെടുത്താൻ അവൾ തീപന്തം ഉപയോഗിക്കുന്നു. അവൾ ഒരു ഉയരമുള്ള മരത്തിൽ കയറി നോക്കുമ്പോൾ അങ്ങ് ദൂരെ കടലിൽ ഒരു കപ്പൽ കാണുന്നു. രക്ഷ തേടുന്നതിയായി കടൽത്തീരത്ത് കല്ലുകളും ഇലകളും ഉപയോഗിച്ച് പുകയുന്ന തീ ഉണ്ടാക്കുന്നു. ഒടുവിൽ ഒരു ഹെലികോപ്റ്റർ സംഘം അവളെ രക്ഷിച്ച് തിരികെ പോകുമ്പോൾ അവൾ ദ്വീപിലേക്ക് തിരിഞ്ഞു നോക്കുന്നു.